വെള്ളൂർ പള്ളപ്പാടിയിൽ ഭർതൃമതിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരണപ്പെട്ടത്. ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന സെറീനയെ പള്ളപ്പാടിയിലെ വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ ഭർതൃവീട്ടുകാർ സെറീനയെ മാനസികമായും ശാരീരികമായും നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. സെറീന മരണപ്പെട്ട വിവരം ഭർത്താവിന്റെ വീട്ടുകാരാണ് ഫോൺ മുഖേന യുവതിയുടെ ബന്ധുക്കളെ അറിയിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പുത്തൂർ സ്വദേശിയും സെറീനയുടെ സഹോദരനുമായ അബ്ദുൾ റഹ്മാൻ ആദൂർ പോലീസിൽ പരാതി നൽകി. ഇതൊരു കൊലയാണ് സർ. ഇത് കൊന്നതാണ്, എല്ലാ ആൾക്കാരും കൊന്നതാണ്. എന്താണ് പ്രശ്നം ഉണ്ടായപ്പോ നാളെ 4 കൊല്ലമായി. 22/5/2022 കല്യാണം കഴിച്ചു കൊടുത്തത്. കല്യാണം കഴിച്ചതിന്റെ ശേഷം എപ്പോഴും വീട്ടിൽ ടോർച്ചർ തന്നെയാണ്. പല തവണ എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ടോർച്ചർ കൊടുത്തോണ്ടുണ്ട്, അപ്പോൾ വന്നിട്ട് എന്നെ കൂട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി വന്നിട്ട് കുറേ ദിവസം അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ശേഷം എൻ്റെ ഇളപ്പ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിച്ച് പിന്നെ എല്ലാം ശരിയാക്കാൻ ഞാൻ കൂട്ടിയോണ്ട് വരും പറഞ്ഞിട്ട് കൂട്ടിയാണ് ഞാൻ പോയി. പോയിട്ട് നമുക്ക് അന്നത്തെ ദിവസം അങ്ങനെ മകരവിന്റെ ബാങ്കോട് പോയിട്ട് നമുക്ക് ബാങ്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കലമ്പന തുടങ്ങി. അപ്പൊ കലമ്പിനപ്പോ എനിക്ക് ദിവസം ഞാൻ ഇങ്ങോട്ട് കലമ്പി എന്ന് പറഞ്ഞാല് എന്ത് പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞു, വേണ്ടത് എന്തെല്ലാം ചീത്ത പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയായിരുന്നല്ലേ, എന്തിനിങ്ങനെ ഞങ്ങൾ അവൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ അയച്ചതല്ല, കല്യാണം കഴിച്ചിട്ട് അയച്ചതല്ല, ഇങ്ങനെ അല്ല പറഞ്ഞ ബുദ്ധിയാകല്ല പറഞ്ഞിട്ട് അതിന്റെ ശേഷം ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6 മാസം ആകുമ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ടോർച്ചർ ഇറങ്ങില്ല. കുഞ്ഞായിട്ടില്ല, കുഞ്ഞായിട്ടില്ലാന്ന് എനിക്ക് ഭയങ്കര വയസ്സായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞാവത്തത്. അപ്പൊ കുഞ്ഞാവത്തത് എന്റെ പ്രശ്നമല്ല, ഇത് അയാളെ ഭർത്താവിന്റെ പ്രശ്നം ആർക്കറിയാലല്ലേ. അപ്പൊ പ്രശ്നം ഇതിന്റെ റിപ്പോർട്ടിൽ ഇതാക്കിയിട്ട് ഡോക്ടർ ഇതാക്കിയിട്ട് പിന്നെ സർജറി ആക്കിയിട്ട് പിന്നെ ഓൻ്റെ തന്നെ പ്രോബ്ലം പുതിയ പീഡിപ്പിക്കുന്ന ഉമ്മ, ഓൻ്റെ ഉമ്മ, ഓളെ അമ്മയമ്മ, ഭർത്താവിന്റെ ഉമ്മ. ഭർത്താവിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ കലമ്പുണ്ടായിരുന്നു. ഉമ്മയാണ് കുഞ്ഞാവുന്നില്ല പറഞ്ഞിട്ട് അതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അല്ല പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ വിടുമോളെന്ന് പറഞ്ഞിട്ട് വിട്. അപ്പോൾ ഇങ്ങനെ എന്റെ അടുത്ത് കൂട്ടിയാണ് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്കെങ്കിലും വേറെ ഭർത്താവ് കിട്ടുമോ, അയാൾ ശുചിയാടൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂക്കാനും തുടങ്ങി. പല തവണ പറഞ്ഞിട്ട് നമുക്ക് വേണം വീട് കിടത്തി എല്ലാം കൊണ്ടുവന്നല്ലേ വീടെന്ന് പറഞ്ഞ് പല തവണ പറഞ്ഞു. ഓള് വിട്ടില്ല. ഓൾ എത്ര കഷ്ടമെങ്കിലും അവിടെ തന്നെ സഹിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പഴും വേറെ വീട് താമസിച്ചു. അടുത്ത ദിവസം എന്ത് പ്രശ്നം അറിയത്തില്ല. പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ട് അടുത്ത്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാണലത്ത് ഭർതൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി. കേസിൽ സുഫൈദയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെ ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ ആദിലിന്റെ മാതാവ് ആയിഷയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചർലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഫൈദ ശനിയാഴ്ച രാത്രിയാണ് പാണലത്തെ ഭർതൃവീട്ടിൽ വെച്ച് ആസിഡ് കഴിച്ചത്. വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവായ സുഫൈദ 1ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് ജീവനൊടുക്കിയത്. ഭർതൃവീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. യുവതിക്ക് നിരന്തരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവം ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർതൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിലുണ്ട്. 10 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് സുഫൈദയുടെയും ആദിലിന്റെയും വിവാഹം നടന്നത്. 1 വർഷം തികയും മുൻപേ ഭർതൃവീട്ടുകാരുടെ നിരന്തര കുത്തുവാക്കുകളും പീഡനവുമാണ് ഈ കടുങ്കൈ ചെയ്യാൻ സുഫൈദയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ ആരോപിച്ചിരുന്നു.
ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഗാർഹിക പീഡനത്തിൽ മരണങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.